വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് കണ്ണൂർക്കാരുടെ സ്പെഷ്യലായ കൽമാസ് ഉണ്ടാക്കിയാലോ? ചാനൽ റെസിപ്പി കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി കൽമാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രോൺസാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. കൽമാസ് ചിക്കനും ബീഫും കൊണ്ടൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് പ്രോൺസിനെ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇതിൽ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ കണ്ണൂർ തട്ടുകടലിലൊക്കെ ഭയങ്കര ഫെമിലർ ആയിട്ടുള്ള സാധനമാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ഈ മസാല തേച്ച് വെച്ച ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്യുന്നത് നല്ലോണം നമുക്ക് വറുത്ത് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ചെമ്മീൻ മാറ്റി വെക്കാം. ഇനി ഇതേ സെയിം ഓയിലാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. ഇനി ഈ സെയിം ഓയിലിലേക്ക് ഉണ്ടാക്കേണ്ട മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് 3 മീഡിയം സൈസുള്ള ഉള്ളിയും ഒരു വലിയ തക്കാളിയും ഒരു 4 പച്ചമുളകും ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ ആദ്യം ഉള്ളി ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി നല്ല സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വാട്ടി കൊടുക്കണം. ഈ ഉള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഉള്ളി നല്ല സോഫ്റ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മാവിന് വേണ്ടിയിട്ടുള്ളൊരു കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, ഒരു ചെറിയ ഉള്ളിയുടെ പകുതി, ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ജീരകം, ഹാഫ് ടേബിൾ സ്പൂൺ പെരുംജീരകം, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഇതിട്ടിട്ടാണ് നമ്മൾ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഉള്ളി നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവും. ആ ഒരു സമയത്ത് ഒന്ന് മൂടി ഓപ്പൺ ആക്കിയിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ ചതച്ചതാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പേസ്റ്റ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഞങ്ങൾ നേരത്തെ കട്ട് ചെയ്ത് പച്ചമുളകിൽ ഒരു 4 ചെറിയ പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു റോ സ്മെല്ല് പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരു വലിയ ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ടൊമാറ്റോ കൂടി നല്ല സോഫ്റ്റായിട്ട് വരണം. അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ടൊമാറ്റോ സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ണൂർക്കാർക്ക് യൂസ് ചെയ്യുന്ന പത്തൽ ഒറോട്ടിപ്പൊടിയില്ലേ, അതാണ് വേണ്ടത്. പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്ന പൊടി. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നമ്മൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ നോക്കിയാൽ മതി. പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്ന പൊടിയാണ് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. അത് നമുക്കിവിടെ 2 കപ്പ് ആവശ്യമുണ്ട്. 2 കപ്പ് പൊടിക്കുള്ള കൽമാസാണ് ഞങ്ങൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആ മിക്സിൻ്റെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. വെള്ളം നമുക്ക് ഓരോ പൊടിക്കും ഓരോ ബ്രാൻഡിൻ്റെ പൊടിക്കും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. ജസ്റ്റ് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട്, ബിഗിനേഴ്സ് ആണെങ്കിൽ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് റെഡിയാക്കി എടുക്കണം. ഭയങ്കര ലൂസായിട്ടില്ല, കുറച്ച് നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള മാവായിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇതിന് വലിയ പണിയൊന്നുമില്ല. നമ്മൾ പച്ചവെള്ളത്തിൽ കുഴക്കുന്നത് കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി പറ്റും. ഇപ്പം എൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ടൊമാറ്റോ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ഇതിലേക്ക് കുറേ മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് ഓയിലായതുകൊണ്ട് അതിലുള്ള ഒരു മസാലേൻ്റെ ടേസ്റ്റും ഉണ്ടാവും. പിന്നെ നമ്മളിതിൽ എക്സ്ട്രാ ആയിട്ട് പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും മാത്രമേ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
മസാലപ്പൊടിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയ ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടി ഈ മസാലയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഓയിലടക്കം ഇടണം കേട്ടോ. ആ ഓയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓയിലടക്കം ആ ഒരു മസാലയിൽ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചെമ്മീനും ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഉള്ള മസാലയൊക്കെ നല്ല രീതിയിൽ കമ്പൈൻ ആകുന്ന രീതിയിൽ ഒരു 1-2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മാത്രം, 1-2 മിനിറ്റ് മാത്രം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ഇത് നല്ല രീതിയിലൊന്ന് സെറ്റായിട്ട് കിട്ടും. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. നമുക്കിനിപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഫില്ലിംഗ് നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ഇനി ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ടാണ് നമ്മളിനി കൽമാസ് റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവും കൽമാസിൻ്റെ ഈ ഫില്ലിംഗ് ഒന്ന് തണിയാൻ വെക്കാം. റൂം ടെമ്പറേച്ചർ ആകുന്നവരെ വെച്ചിട്ട് വേണം നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഉണ്ട മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ ഉന്നക്കായൊക്കെ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ഉന്നക്കായിലൊക്കെ ചെയ്യുന്ന പോലെ മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് കയ്യിൽ കുറച്ച് ഓയിലായി കൊടുത്തിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട ഫില്ലിങ്ങോ 1-2 ടേബിൾ സ്പൂൺ ഫില്ലിങ്ങും കൂടി വെച്ചിട്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം. ഇത് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ വേണം നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് വെച്ച കൽമാസല നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 20 to 25 മിനിറ്റ് വരെ അത് സ്റ്റീം ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ കൽമാസ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു കോട്ടിങ് റെഡിയാക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാണ്ടും കഴിക്കാം, ഫ്രൈ ചെയ്തിട്ടും കഴിക്കാം. ഹെൽത്തി ആയിട്ട് കഴിക്കുന്നവർക്ക് ഇങ്ങനെ കോട്ടിങ് കൊടുത്ത് ഫ്രൈ ചെയ്യാണ്ട് തന്നെ കഴിക്കാം. പിന്നെ കുറച്ച് ടേസ്റ്റ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്തിട്ടും കഴിക്കാം. കുറച്ചൊരു ഒരു വെള്ളം ഒഴിച്ചിട്ട് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ട് വേണം ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 25 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ കൽമാസ് റെഡിയായി കിട്ടും. നമുക്കിനി ഇതൊന്നും വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയും കൂടി മാത്രമേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നമ്മൾ കണ്ണൂർക്കാരെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണിത്. ഇനി നമുക്ക് കൽമാസൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രൈ ചെയ്താൽ കുറച്ചും കൂടി അതിൻ്റെ ടേസ്റ്റ് കൂടും. ഇനി ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കോട്ട് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. എല്ലാം തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല രീതിയിലൊരു 3-4 മിനിറ്റ് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ അടിപൊളി കൽമാസ് റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇത് കഴിക്കാത്തവരോ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റുള്ള സാധനം. നല്ല സോഫ്റ്റാണ്, പുറത്ത് നല്ല സോഫ്റ്റായിട്ട് ഉള്ളിൽ നല്ല അടിപൊളി ഫില്ലിംഗ് ആയിട്ട് അടിപൊളി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാൻ മറക്കരുത്. ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്